കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോ അവന് പ്രസാദം. സദൃശവാക്യങ്ങൾ 11:1. ശലോമോന്റെ കാലത്ത് തുലാസ് വളരെ പ്രധാനമായിരുന്നു. ഇന്നത്തെ കാലത്ത് മൂല്യം ആലേഖനം ചെയ്തതോ അച്ചടിച്ചതോ ആയ നാണയങ്ങളും നോട്ടുകളും നാം ഉപയോഗിക്കുമ്പോൾ ശലോമോന്റെ കാലത്ത് സ്വർണവും വെള്ളിയുമൊക്കെ തൂക്കി നോക്കിയാണ് മൂല്യം നിർണയിച്ചിരുന്നത്. പണത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും കാര്യത്തിൽ ബൈബിൾ കാലഘട്ടത്തിൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു. എന്താണ് ഈ കള്ളത്തുലാസ്? വ്യാപാരിക്ക് നേട്ടം നൽകുന്ന ഏതൊരു തുലാസും ഒരു വ്യാജ തുലാസായിരിക്കും. ഈ സദൃശവാക്യം സത്യസന്ധതയെയും കള്ളത്തരത്തെയും വ്യക്തമായി പരാമർശിക്കുന്നു. ബിസിനസ്, ധനകാര്യ മേഖലകളിലെ വഞ്ചനയെ ഈ സദൃശവാക്യം വ്യക്തമായി അപലപിക്കുന്നു. ഇത് സാമ്പത്തിക നീതിയെയും സമത്വത്തെയും വ്യക്തമായി അംഗീകരിക്കുന്നു. ലേവ്യ പുസ്തകം 19:35-36 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വർഷങ്ങൾക്ക് ശേഷം മോശെ ആവർത്തന പുസ്തകത്തിൽ ഈ നിർദ്ദേശങ്ങൾ ആവർത്തിക്കുന്നു. നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ 2 തരം പടി ഉണ്ടാകരുത്. നിന്റെ വീട്ടിൽ മുറുക്കവും ഇളപ്പവുമായ 2 തരം പറയും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതും ആയിരിക്കണം. ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ശലോമോന്റെ ജ്ഞാനപുസ്തകത്തിൽ ഒരുവൻ ജ്ഞാനിയായിരിക്കണമെങ്കിൽ അവൻ നീതിമാനായിരിക്കണം. അവൻ എല്ലാ രീതിയിലും സത്യസന്ധനായിരിക്കണം, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ. നീതിയുക്തമായ തുലാസുകളും നീതിയുക്തമായ തൂക്കങ്ങളും സംബന്ധിച്ച് ദൈവകൽപ്പന നമ്മെ പഠിപ്പിക്കുമ്പോൾ വ്യാജ തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് എന്ന് അത് നമ്മെ ഓർപ്പിക്കുന്നു. ഒത്ത പടി എന്നാൽ ന്യായയുക്തമായ തൂക്കം, ദൈവത്തിന് പ്രസാദം എന്ന് ഓർക്കുക. മനുഷ്യന്റെ ധാർമ്മികതയോടുള്ള തീവ്രമായ വൈകാരികമായ പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.